ഹലോ ഗായ്സ്, വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 6 ഓഫ് അവർ തായ്ലൻഡ് സീരീസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഹോട്ടലിൻ്റെ ബാൽക്കണിയിലാണ്. ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ടോ അല്ലേ? നമുക്കിതാ ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ അതല്ലേ ഒരു ഫുൾ ബാങ്കോക്ക് സിറ്റീൻ്റെ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ബിൽഡിങ്ങുകളുണ്ട് എല്ലായിടത്തും. ഈ കംപ്ലീറ്റ് ആകാശം ലേശം ഒരു നമ്മൾ വന്ന ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴുള്ള അതേ ഒരു ക്ലൈമറ്റിലാണ് ആകാശം നിൽക്കുന്നത്. പിന്നെ ഇത് താഴെ കണ്ടില്ലേ, നമ്മുടെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ് നേരെ താഴെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെയുള്ള ജെംസ് ഗാലറിയിലാണ്, രത്നങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഇന്ന് വളരെ സങ്കടകരമായൊരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് നമ്മൾ റിട്ടേൺ ആണ്. അവിടെ തായ്ലൻഡിലെ എല്ലാ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് തീരും. ഇന്ന് രാത്രി 10 ഇവിടുത്തെ തായ്ലൻഡ് ടൈം ഒരു 10:30 ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫ്ലൈറ്റ്. നാട്ടിൽ ഏകദേശം ഒരു 1:20 ആകുമ്പോൾ ലാൻഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കം ഗൈസ്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്യല്ല, നമ്മൾ പുറത്തിറങ്ങി. അങ്ങനല്ലേ, ബാക്കിൽ കാണുന്ന ഹൈവേ ആണ്. നമുക്കിന്ന് പോകാനുള്ള വണ്ടി അതാണ് കേട്ടോ, വാനാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. യെസ് ഗൈസ്, ഈ വാന് കൊള്ളാം കേട്ടോ. കണ്ടില്ലേ, ക്യാപ്റ്റൻ സീറ്റുകളാണ്. ഇതിനകത്ത് വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് സെറ്റപ്പ് വണ്ടി കേട്ടോ. നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മളെ സോപ്പിടാൻ വേണ്ടിയിട്ട് VIPs ഓൺലി 2 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വേറൊരു VIP ഇരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങി വാനിനകത്ത്. പിന്നെ ഈ മൈക്കിനകത്ത് കുറച്ചൊരു ഡിസ്റ്റോർഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതേമാതിരി ഒരു കൊയ്ത്തുപോലെ ആദ്യത്തെ മൈക്കിനുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയോ പോയി. അപ്പോൾ ഞായ്ക്ക് ഇതെല്ലാം പേടി. ഇത് രണ്ടാമത് ഒരെണ്ണം കൂടി ഉള്ളൂ. ഇതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കൊയ്ത്ത് പോലെ ഇല്ല, പിന്നെ വേറെ പേടിക്കേണ്ടി വരും. അപ്പോൾ മൈക്കിനകത്ത് എന്തെങ്കിലും സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ. നമ്മളെ ഈ പട്ടായയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് തോന്നുന്നത് ബാങ്കോക്ക് സിറ്റി ഒരു വേറെ ലെവല് മൂഡായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടിപൊളി സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. കാരണം പട്ടായക്ക് കുറച്ചൊരു ചെറിയ സിറ്റിയാണ്. അത് നമ്മൾ ആദ്യം ചെന്ന് അവിടെയും ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് തായ്ലൻഡ് നമുക്ക് പട്ടായല്ലേ കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചതായി ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാങ്കോക്ക് സിറ്റീൻ്റെ ഒരു വലുപ്പവും ഇവിടെയുള്ള അടിപൊളി കാര്യങ്ങൾ ഇവിടെ വന്ന മൊത്തത്തിൽ മാറിയിട്ട്. പട്ടായൻ്റെ ഒരു ഡയറക്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ. കാരണം പട്ടായയിൽ നമ്മൾ കണ്ട ഒരു സാധനം ഇവിടെ ഇല്ല, നേരെ ഓപ്പോസിറ്റ്. അപ്പം ആളുകളാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും പിന്നെ വണ്ടികളിലൊക്കെ ഭയങ്കര മാറ്റങ്ങളാണ്. വണ്ടിയൊക്കെ പട്ടായയിൽ തന്നെ നമ്മൾ വളരെ ചുരുക്കം വണ്ടികളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാ സൂപ്പർ കാറുകളുണ്ട്, സൂപ്പർ ബൈക്സ് ഉണ്ട്, പിന്നെ പല ഐറ്റംസും ഇവിടെ ഈ റോഡിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോകാനൊരു പ്രത്യേക രസം. അതിപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം. ഞാൻ ഇപ്പോൾ ഈ വാനിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് സൈഡിലും ഫുൾ ഡാർക്ക് വിൻഡോസാണ്. അപ്പോൾ ഇതിനകത്ത് കാണിച്ച എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്നറിയില്ല, പക്ഷെ ഞാൻ മാക്സിമം കാണിക്കാനുള്ളതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് ബാക്കി സമയം കുറച്ച് കിട്ടുകയാണെങ്കിൽ ഇന്നൊരു ഇത്തിരി സമയമുണ്ട്, 2-3 മണിക്കൂർ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ട്. അതിപ്പോൾ ഇവിടെ 2 മാർക്കറ്റ് ഉണ്ട്. ഒന്ന് ഇന്ദ്ര കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാർക്കറ്റ്. മറ്റേതിൻ്റെ പേരെന്തായിരുന്നു? എന്തോ ഒരു വായിക്കൊള്ളാത്ത പേരിലൊരു മാർക്കറ്റ് ഉണ്ട്, പക്ഷെ ഒരു ചട്ട് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അവിടേക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബാക്കി ജെംസ് ഗാലറിയിലെ കാഴ്ചകളും പിന്നെ പോകുന്ന വഴിയുള്ള കുറച്ച് ടൗൺ കാഴ്ചകളൊക്കെ കൂടി ഞാൻ കാണിച്ചു തരാം. മഴ പെയ്തിട്ടാവണ്ട, മഴ തുള്ളിയിട്ട് റോഡിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജെംസ് ഗാലറി. നമ്മുടെ ബോർഡ് ഉണ്ടല്ലേ പുറത്ത്, ഇവിടെ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറാം. ഇവിടത്തേക്ക് ട്രാഫിക് കിട്ടല്ലോ, ആരും ഹോൺ അടിക്കില്ല. എന്തൊരു ഡീസൻ്റാണെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ പോയി ഒരു സിഗ്നല് പച്ചയായി കഴിഞ്ഞ ഒരു സെക്കൻഡിൽ പാപ്പാന്നടിക്കില്ല. ഇവിടെ വന്നില്ല. ഇതാണ് എൻട്രി ജെംസ് ഗാലറിൻ്റെ. നമ്മൾ ജെംസ് ഗാലറിയിലെത്തി. അതാണ് നമ്മുടെ ജെംസ് ഗാലറിൻ്റെ എൻട്രി.
Two. Kerala, India. Yeah. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോ രത്നങ്ങളും വൈരങ്ങളും ആട്ടോ. അതൊക്കെ ഭയങ്കര വിലയുള്ള സംഭവങ്ങളാണ്. യെസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവര് മെയ്ക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളെ ജെംസ് ഉണ്ടാക്കി മോൾഡ് ചെയ്ത് ഇവര് സെറ്റ് ചെയ്യുന്നതാണത്. കണ്ടല്ലേ, ഇതൊക്കെ ഓരോ ഇതാണ്. ഇത് റഫ് സ്റ്റോണ്, റെഡ് അഗേറ്റ്, റൂബി. എവിടെ ആകാശ്? ഇതാണ് റൂബി കേട്ടോ. സഫയർ, പേൾ, ഇതാ ഫ്ലോറൈറ്റ്. പല ടൈപ്പ് ഓഫ് ജെംസ് ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് നമ്മൾ മൈൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച അതുപോലെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കഫേ ആണുള്ളത്. കഫേ കഴിഞ്ഞിട്ടും നമുക്ക് ഉള്ളിലോട്ട് പോകാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമ്മളെ ഇവിടെയുള്ള ഡ്രൈവർമാരുടെയൊക്കെ പേര് കോമഡി ആയിട്ട് ഞാനത് ഇപ്പോൾ ആലോചിച്ചത്. ഫസ്റ്റ് വന്ന ഡ്രൈവറുടെ പേര് നൂത്ത് എന്നല്ലേ? നൂത്ത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നമുക്ക് വായി കൊള്ളാത്ത പേര്, അത് മറന്നുപോയി. മൂന്നാമത്തെ വന്നവൻ്റെ സൂപ്പർ പേരാ മൈത്രി. നമ്മളെ നാട്ടിലുള്ള പേരാണ്. നാട്ടിൽ മൈത്രി പെണ്ണുങ്ങളെ പേരാണെങ്കിൽ ഇവിടെ ടോപ്പ് പേരാണെന്നാണ് അവൻ പറഞ്ഞത്. ഇവിടെ വീണ്ടും സോപ്പുകളാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. അപ്പം അങ്ങനെ നമ്മളെ ഇത് കഴിഞ്ഞു. ടാസ്ക് ആയിരുന്നു. നമ്മൾ കുറേ പൈസയുണ്ട്, നിങ്ങൾ ലേഡീസിനെയൊക്കെ കൊണ്ടാണ് ജെംസ് ഗാലറിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒറ്റയടിക്ക് പൈസ തീരാൻ ഈ ഒറ്റ സ്ഥലം മാത്രം മതി. ഇവിടെ നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂറിൻ്റെ കാണാനുള്ള കാഴ്ചകളൊക്കെ തന്നെ ഈ ജെംസ് ഗാലറിയിലുള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ കാണാനുള്ളതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അവർ തന്നെ മേക്ക് ചെയ്ത്. പിന്നെ എന്താ വെച്ചാൽ അധികവും നമ്മളടുത്ത് വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞു. കാരണം അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ അതിന് മാത്രം കാണാനുള്ള സംഗതികളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറവാണ്. പക്ഷേ ഒരുപാട് ഡിസൈനും ഡയമണ്ട്, ഗോൾഡ്, പിന്നെ ഏതൊക്കെയോ ജെംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ കുറേ പൈസയൊക്കെ ആയിട്ട് നമ്മുടെ ഗോൾഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഷേപ്പിലുള്ള ലോക്കറ്റുകൾ. കമ്പാരിറ്റീവ്ലി എക്സ്പെൻസും ലേശം കുറവാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇപ്പോൾ ഡയമണ്ടൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാനൊക്കെ കാർഡ് കിട്ടും. അപ്പോൾ റീസെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ് കൊടുത്താൽ മതി. ഇവിടെ കാർഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിട്ട് നടക്കുക. അത് പിന്നെ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വിൽക്കാനുള്ളൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ ഡയമണ്ട്സ് എന്നുള്ളത് അമേരിക്കൻ ഡയമണ്ട്സ് ആണ്. നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്ത്യൻ ഇതിലുള്ള ഡയമണ്ട്സ് അല്ല. അപ്പം ഇവിടെ അങ്ങനത്തെ കാർഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇവിടുന്ന് കിട്ടില്ല നമുക്ക്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടോ. ഞാൻ ഇവിടുത്തെ ഇത് നമ്മളെ വന്ന വണ്ടിയാണ്, പുള്ളി പോവാ. നമുക്ക് ഇനി ഇത് ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ലഞ്ചും ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് 2:30ക്കാണ് പിക്കപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളെ ഹോട്ടൽ. ഞാൻ കാണിച്ചു തരാം. ഇതിലെ 14ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ റൂം വന്നത്. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് തന്നെ മെയിൻ നമ്മളെ വലിയ ഹൈവേ ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ വണ്ടികൾ. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ നിർത്തിയിട്ട് കണ്ടില്ലേ, നമ്മൾ കേട്ടതായിട്ടുള്ള പല വണ്ടികളും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ കാണാൻ രസമാണ്. നമ്മളെ വണ്ടികളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ നമ്മൾ വണ്ടികളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതായതുകൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റേ ഈ ടൊയോട്ട വെൽഫെയർ ഉണ്ടല്ലോ, ആ ഒരു മോഡൽ വണ്ടികളാണ് ഇവിടെ ഒരുപാടുള്ളത്. അത് വെൽഫെയർ എന്നുള്ള പേരിൽ മാത്രമല്ല, ടൊയോട്ടേൻ്റെ തന്നെ ഒരു 3-4 അതേ സെയിം മോഡൽ വണ്ടിയുണ്ട്. പിന്നെ ചൈനീസ് ബ്രാൻഡ് സെയിം മോഡൽ വണ്ടിയുണ്ട്. ഇപ്പോൾ അധികം ഇവിടുത്തെ ബിസിനസ്സുകാരൊക്കെ അങ്ങനത്തെ വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ അത് കാണാം ഇപ്പോൾ റോട്ടിൽ. അപ്പോൾ ഗൈസ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം 11:50 12 മണി 11 to 12 മണിയാണ് നമ്മൾ ചെക്കൗട്ട് ടൈം വരുന്നത്.
ഇനി 2:30ക്കാണ് നമുക്ക് അടുത്ത പിക്കപ്പ് വരുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മളെ ഭയങ്കര മഴയാണ് പുറത്ത്. ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് മറ്റേ മാർക്കറ്റിൽ നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു ഇന്ദ്രാ സ്ക്വയർ എന്നുകൊണ്ടുള്ളൊരു മാർക്കറ്റ് വേറെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കണം. നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ഗ്രാബ് വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ലഞ്ചും കാര്യങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണം. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ 2:30ക്ക് നമുക്ക് ഇവിടുന്ന് നമ്മൾ ടെമ്പിൾ ടൂർ ഉണ്ട്. ഈ ബുദ്ധകളും പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2-3 ടെമ്പിൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ മഴ ഇല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം കണ്ടുവരാം. മറ്റേത് ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണെന്നൊക്കെ കേട്ടെ. അപ്പോൾ ക്ലൈമറ്റ് ഇതേപോലെ മഴ ഇല്ലാതിരിക്കട്ടെ, ഇങ്ങനെ മൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാ കാഴ്ചകളും കാണാം. അപ്പം ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു കയറി വരുന്നിടത്ത് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. സാധാ വെള്ള പക്ഷെ പിങ്ക് കളറുണ്ട്. 2 ഇതിലുണ്ട്, ഒരു പിങ്ക് കളറും പിന്നെ അതുപോലെ തന്നെ നോർമൽ ഒരു ഐസ് ഇട്ട വെള്ളവും. എന്തോ ഒരു ഹെർബൽ ഡ്രിങ്ക് ആണ് ഗൈസ്. എന്തോ ഒരു ഫ്ലവറിൻ്റെ ടേസ്റ്റ് അല്ലേ? എന്ത് ഫ്ലവറാ? റോസ എന്നാ എന്തോ പൂവ് തിന്ന പോലെ ഉണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഗ്രാബ് വിളിക്കാം. നമ്മൾ ഹോട്ടലിൻ്റെ പുറത്തെത്തി, ലഗേജൊക്കെ ലോബിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാബ് ടാക്സി വരുന്നുണ്ട്. നമ്മൾ ചാട്ടു ചാക്ക് അല്ലേ, ചാട്ടു ചാക്ക് മാർക്കറ്റിലേക്കാണ് പോണത്. നമ്മൾ മറ്റേ മാർക്കറ്റ് ഇന്ദ്രാ സ്ക്വയർ നോക്കിയപ്പോഴേ 300 ബാത്താണ് കാണിച്ചത്. 300 ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാട്ടിലെ 900 രൂപേൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ആ പൈസയ്ക്കും കൂടി നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. നമ്മൾ ലാഭേഷായതാണ്, ലാഭേഷ്. അപ്പോൾ ഞങ്ങളിത് അവിടെ റെഡിയാണ്, ഹോട്ടലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇതാ നമ്മുടെ ഹോട്ടലിലെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ഇനി ഗ്രാബ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പൈസ അങ്ങനെ നമ്മുടെ ഗ്രാബ് ടാക്സി വന്നിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മൾ ടാക്സിയിൽ കയറി നമ്മളെ ഗജാൻജി ഇത് അവിടെ പൈസ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. 158 ബാത്താണ് നമ്മളെ മാർക്കറ്റിനകത്തേക്ക്. ആക്ച്വലി ഇവിടുന്ന് 2 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. 158 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300, 450 അല്ലേ, 500 രൂപേൻ്റെ അടുത്ത് വരും 2 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ മഴ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഗ്രാബ് ബൈക്ക് ഉണ്ട്, ബൈക്കിൽ ബാക്കിലിരുന്ന് പോവാം. അധികം ആളുകളൊക്കെ ഇവിടെ അതാ ഉപയോഗിക്കുക. നമ്മൾ സിംഗിളായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഒന്നിച്ച് ബൈക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കാറിനേ പറ്റുള്ളൂ. സിംഗിളൊക്കെ ആയിട്ട് വരാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റ് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാബ് ബൈക്കാണ്. ബൈക്ക് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തേക്കും കുറഞ്ഞ പൈസയുള്ളൂ. നമ്മൾ ചാട്ടുചക്ക് മാർക്കറ്റിലെത്തി. ഇതിൻ്റെ ഇവിടെ ബാക്കിലുള്ളതാണ് JJ മോൾ എന്നുള്ളതാണ്. അതിൻ്റെ ബാക്കിലാണ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുകൂടി കയറി പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. അപ്പോൾ നമ്മളിതാ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇനി കയറി നോക്കട്ടെ. കയറിയിട്ട് ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മളെ മാർക്കറ്റ്. അപ്പോൾ എന്തായാലും മാർക്കറ്റിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ മാർക്കറ്റിനുള്ള അഡിഡാസിൻ്റെ ഒക്കെ 399, 400 ബാത്ത്. ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതിനൊക്കെ 200 ബാത്തേ ഉള്ളൂ. ഇതൊക്കെ 200 ബാത്ത് ഉണ്ടല്ലേ, 200 ബാത്ത്. പിന്നെ ഇതിനൊക്കെ 100 ബാത്തേ ഉള്ളൂ. അതായത് 300 രൂപ H&Mൻ്റെ ഒക്കെയാണ്. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് വന്ന് നമ്മളെ ഹോങ് തായ് കിട്ടി ഗൈസ്. ഹോങ് തായ് കിട്ടി, കാണിച്ചാൽ അതാ ദിസ് വൺ. ഇത് കണ്ട, ഇത് എത്ര 12 അല്ലേ ഗൈസ്. അങ്ങനെ നമുക്ക് ഹോങ് തായും കിട്ടി ഗൈസ്. യെസ്, നമ്മൾ കുറേ നടന്നു, പട്ടായയിൽ എല്ലായിടത്തും നടന്നു. അതുപോലെ തന്നെ ബാങ്കോക്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ തപ്പി പോകുന്നിടത്തൊക്കെ ജസ്റ്റ് ഇപ്പോൾ കണ്ടുപെട്ടതാ. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ആ സാധനം മാത്രമേ നമ്മൾ ഇവിടെ വന്നിട്ട് എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനമാണത്. അപ്പം അത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കിട്ടി ഗൈസ്. നമ്മൾ മോളിൽ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ കയറിയ മോള്. അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് അതല്ല, ഇവിടെയൊക്കെ പെറ്റ് സ്റ്റോറാണ്. പാമ്പിനൊക്കെ കിട്ടും. 6500 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പിനെ വളർത്താൻ പറ്റും ഗൈസ് ഇവിടെ അല്ലേ. നിറച്ച് ഇവിടെ ഫുൾ പെറ്റാണ്, പെറ്റ്സാണ്.
ഇതാണ് തോന്നുന്നുണ്ട് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. ഈ സൈഡ് കംപ്ലീറ്റ് പെറ്റ്സ് ആണ് കേട്ടോ, പെറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ആമേനെ കാമുണ്ട് ഇവിടെ. ഇതാ ലിസാർഡ് ഇതാ അവിടെ നടക്കണു. ഇതാ ആമക്കുട്ടികൾ ഇതാ അവിടെ. വലിയ ആമയാണ് ഇവിടെ മെയിൻ. ഇതാണ്ടാ നോക്ക്. ഇപ്പുറത്ത് നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സ് പോലുള്ള കുറച്ചെണ്ണം ഉണ്ടല്ലോ. ഓ കൊച്ചുണ്ടാക്കിയ ആമകളാട്ടോ അവിടെ ഇഷ്ടം പോലെ ഉള്ള. ഇതെന്താ അതൊക്കെ നിറച്ച ആമകളാ. നോക്ക് ആമ കൂട്ടം കൂടിക്കണ്. പന്നില്ലേ? പന്നില്ല, എലിയാണോ? വേറൊരു ടൈപ്പ് ഓഫ് എലി ആവുന്നുണ്ട്. റാബിറ്റ് ആണോ നീ? ഇത് റാബിറ്റ് ആണ്. യെസ്, ഇത് റാബിറ്റ് ആണ്. ഇതാ ഇത് മറ്റേ മുള്ളമ്പന്നീൻ്റെ കുട്ടിയാ. എന്നിട്ട് വേണം അത് അതായത് മുള്ളു മുഴുവൻ കുത്തിയിട്ട് കഴിഞ്ഞാൽ അത് അതിന് വേറെ പോയി പോകേണ്ടി വരും. ഇവിടെ എല്ലാ ടൈപ്പ് സാധനമുണ്ട്. ഈ മാർക്കറ്റ് 36 ഏക്കറിലുള്ള മാർക്കറ്റാണ്. നമ്മളിത് അങ്ങനെ നടന്നു വന്നത് അത് വേറൊരു സൈഡിലേക്ക് എത്തി. അപ്പം ഇതവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ പെറ്റ്സിൻ്റെ അമ്മോ. നമുക്ക് നേരെ അപ്പുറ സൈഡിലേക്ക് പോയോക്കാം. ഇതൊക്കെ പെറ്റ്സിൻ്റെ ഫുഡാണ്. ഇതണ്ട ലൈവ് പുഴു. ഇതൊക്കെ കഴിക്കാൻ എടുക്കുന്ന പുഴുക്കളാട്ടോ. ഈ പുഴുവിനൊക്കെയാണ് നമ്മളാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പൊരിച്ചും ഇതൊക്കെ അരിച്ചൊക്കെ വെച്ച് കണ്ടത്. മഴ ഉണ്ടെന്നുണ്ടെങ്കിലും ഭയങ്കര വിങ്ങലാട്ടോ, വേർക്കുന്നുണ്ട് നല്ലോണം. ഇത് ഇവിടെ ഫുള്ള് ഈ സെക്ഷൻ കംപ്ലീറ്റ് പെറ്റ്സിന്റെ സെക്ഷനാണ്. ഇത് നമ്മളിനി പോയി നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് തിരിയണം. അപ്പോഴേ നമ്മളെ ശരിക്കുള്ള മാർക്കറ്റ് കിട്ടുള്ളൂ. നമ്മൾ നടന്നിങ്ങനെ വന്നപ്പോഴേ ഇതവിടെ ഒരു 7-Eleven ഉണ്ട്. ഒക്കെ അവിടെ കയറിയിട്ടേ നമ്മളെന്തായാലും ഇങ്ങനെ വേർത്ത് ഡീഹൈഡ്രേറ്റ് ആയി പോകുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ 7-Eleven നമ്മളൊരു ഡ്രിങ്ക് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടല്ലേ ഇവിടെ ടോയ്ലറ്റിൻ്റെ സിമ്പിളൊക്കെ കോമഡിയാണ് അല്ലേ. മുട്ടി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കണം അതുപോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വേറൊരു മാളാട്ടോ. നമുക്ക് ആക്ച്വലി ഇവിടെ അല്ല, ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് മറ്റേ മാർക്കറ്റിലേക്ക് പോകണം. ഇവിടെ നമ്മളെ നാട്ടിൽ എന്തെടുത്താലും 10 റുപ്യ 100 റുപ്യ പറഞ്ഞാൽ എല്ലാം 20 ബാത്ത് എന്നുള്ളൊരു കട അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കടകളും ഇവിടെ അത്യാവശ്യം ചീപ്പറാണ്. ഇത് ആക്ച്വലി ഒരു മാള് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് AC ഇട്ടിട്ട് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ആക്കിയതാണ്. ഈ ഷൂ ഒക്കെ ഉണ്ടല്ലേ, ഇതിനൊക്കെ 150 ബാത്ത്. ഷൂ അല്ല ആക്ച്വലി ചെരുപ്പാണ്. ഇതൊക്കെ 150 ബാത്താണ് കംപ്ലീറ്റ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, നല്ല ഡിസ്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പട്ടായെന്ന സാധനം ഒന്നും വാങ്ങിക്കരുത്. കണ്ടില്ലേ ഇപ്പോൾ ജേഴ്സീൻ്റെ കട കംപ്ലീറ്റ് പ്ലെയർ ക്വാളിറ്റി ജേഴ്സികളുണ്ട് ഇവിടെ അടിപൊളിയായിട്ട്. അപ്പോൾ ഒരു ജേഴ്സിക്ക് 450 ബാത്താണ്. 3 എണ്ണമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 1200 ബാത്തിനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ബൾക്കൊക്കെ ആയിട്ട് ഇവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ലാഭമായിരിക്കും. അപ്പോൾ ഇത് വേറൊരു കട കാണിച്ചാൽ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. ഇവിടെ കണ്ടില്ലേ സെയിൽ 50, ഇതെല്ലാം 50 ബാത്ത്, 150 രൂപയുള്ളത് അതിനൊക്കെ നമ്മുടെ നാട്ടിലത്തെ. ഇതുണ്ടോ, ഇതിനൊക്കെ 50 ബാത്താ എല്ലാത്തിനും. ഇതൊക്കെ ഫുൾ ലേഡീസ് ഡ്രസ്സാണ് കേട്ടോ, നമ്മളതൊന്നും ഇവിടെ ഇല്ല. ഇത് കണ്ടില്ലേ നമ്മളെ എവറിത്തിങ് 100 ബാത്ത്.
ഇതാണ് പിന്നെ ഈ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് 100 ബാത്ത്. ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ഈ തൊപ്പിക്കൊക്കെ 100 ബാത്തേ ഉള്ളൂ. നല്ല ക്വാളിറ്റി തൊപ്പിയാണ് കണ്ടിട്ട്. ഇത് കണ്ടില്ലേ ഈ ബൗളും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ പട്ടായയിലൊക്കെ എത്ര പൈസയ്ക്ക് വിറ്റെന്ന് അറിയാം. ശരിക്കും പറഞ്ഞാൽ ബാങ്കോക്കിലൊന്ന് ഷോപ്പ് ചെയ്താൽ മതി. എല്ലാ സുവനീസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എല്ലാം 100 ബാത്തുള്ളൂ അല്ലേ? ഇതൊക്കെ 100 ബാത്താ. ഇത് നോക്കിയേ, കപ്പിൻ്റെ പിടിയണ്ട, ആനൻ്റെ തുമ്പിക്കൈ അല്ല സ്ഥലം, ഇതിനൊക്കെ 100 ബാത്താ. ഇതൊരെണ്ണം വാങ്ങിച്ചാലമ്മ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ, ഇത് 50 ബാത്തിൻ്റെ ടീഷർട്ടാണല്ലേ. പക്ഷെ ഇതിനൊന്നും അങ്ങനെ വലിയൊരു, നമ്മൾ ക്യാമറയിൽ കാണുന്ന നോക്കണ്ട, പക്ഷെ വലിയൊരു ക്വാളിറ്റി ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സംഗതി ആ സെയിം ക്വാളിറ്റി തന്നെ ഇതിലുള്ളൂ. അതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഉണ്ട്. അതായത് കുറേ ക്വാളിറ്റി ഇല്ല തീരെ. എന്നാ ബൈ 3 get 1 ഒക്കെ ഫ്രീ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ഞാൻ നേരത്തെ കാണിച്ച ടീഷർട്ടിൻ്റെ അല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ ഇത് കണ്ട, ഇതാരാ നോക്കിയാൽ ഫുള്ള് ലിസാർഡുകളാണ്. ഇത് കണ്ട, റിഫ്ലക്ഷൻ കൊണ്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതൊക്കെ ഒക്കെ ലിസാർഡ്. അതാ താഴേക്ക് ഒരു കുറേ ലിസാർഡ് ഉണ്ട്. എന്താ ഇത് ആക്ച്വലി പെറ്റ് ഷോപ്പാണ്. പെറ്റിൻ്റെ ഫുഡ് കാര്യങ്ങൾ ലിസാർഡ് മാത്രമുള്ള ഷോപ്പാണത്. അവിടെ നമുക്ക് മേടിക്കാം. ലിസാർഡിനെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, വളർത്താം. പാമ്പുണ്ട്, കുറേ പാമ്പുകളുണ്ട്. ഇതേ 3 ഫ്ലോറായിട്ടുള്ളത്. ഇത് ഒരു ഫ്ലോറാണ് ഇപ്പോൾ ഇത്ര നേരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 3/4 മണിക്കൂറായി. ഇങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വേറൊരു സാധനം കാണിച്ചാൽ ഇത് കണ്ട, 100 ബാത്ത് സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര്. ഏതെടുത്താലും 100 ബാത്തേ ഉള്ളൂ. എല്ലാ സാധനവും ഉണ്ട് കണ്ട. പക്ഷെ ഇതിനൊന്നും 100 അല്ല കേട്ടോ, അതിനൊക്കെ 25-25ൻ്റെ ഒക്കെ ഉണ്ട്. ഇതിന് മാക്സിമം 100 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സുവനീറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന്, ആക്ച്വലി തായ്ലൻഡിൻ്റെ സുവനീർ കയ്യിലുണ്ട്. കാരണം വീട്ടിൽ ഓൾറെഡി ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് നോക്കാം, ഏതെങ്കിലും നല്ല വെറൈറ്റി സാധനങ്ങൾ കാണുകയാണെങ്കിൽ നോക്കിയിട്ട് എടുക്കാം. ഇതല്ലേ ഷോള്, ബാഗുകൾ വേണ്ട. 7-Elevenൻ്റെ കീച്ചേനല്ല, ഫ്രിഡ്ജ് മാഗ്നറ്റാ. പക്ഷെ ഇതിനൊക്കെ 100 ബാത്തേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ 300 രൂപ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇതൊക്കെ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ നാട്ടിലെ 300 രൂപേൻ്റെ അടുത്തേ വരുള്ളൂ. ഇതൊക്കെ സോപ്പാണ് കേട്ടോ. അതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ സോപ്പുകളാണ്. മാങ്ങ, ഇതുണ്ടല്ലേ. ഇവിടെയൊക്കെ നമ്മളെ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫേസ് മാസ്കിനൊക്കെ എത്രയാണ്? 19 ബാത്തേ ഉള്ളൂ. 19 ബാത്ത് ഫേസ് മാസ്കിന്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ശരി കേട്ടോ. നമ്മൾ മറ്റേ മുന്നേ കണ്ട ഷോപ്പിംഗ് മാളില്ലേ, അതിൽ 9 ബാത്തിനാണ് കിട്ടിയത്. കഴിഞ്ഞു ഗൈസ്. ഒരുപാട് സ്ഥലം, മോസ്റ്റ്ലി ലേഡീസ് കോൺസെൻട്രേറ്റഡ് ആണ്. നമുക്ക് പറ്റിയ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ലേ ഗൈസ്. ചോക്ലേറ്റ് ഉണ്ട്, അതുണ്ടോ? ഇതിനൊക്കെ എത്രയാണ് നോക്കട്ടെ. ഇതിന് 100 ബാത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് 2 ബാഗ് പെട്ടി വാങ്ങിക്കണം നമ്മുടെ നാട്ടിലേക്ക്. പക്ഷെ അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇത് കണ്ട, കയ്യിലിരിക്കണണ്ട ആ ചോപ്പ് കവർ മുഴുവൻ ഇവിടുന്ന് മേടിച്ചാൽ. ഗൈസ് വീണ്ടും പോയി പക്ഷെ അങ്ങനെ നടന്ന് നമുക്കൊരു സാധനം കിട്ടിയതാ. തായ്ലാൻഡ്. ജസ്റ്റ് നമ്മളൊരു ഓർമ്മയ്ക്ക് വാങ്ങിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇട്ട് നടക്കാനൊന്നും പറ്റില്ല. നടക്കണമെങ്കിൽ നടക്കാം. പക്ഷെ നമ്മളെന്തായാലും ഒരു ഓർമ്മയ്ക്കായിട്ട്, ഇതിന് മുന്നേ നമ്മൾ ബാലി പോയ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ബില്ല് ചെയ്യാം. ദിസ് വൺ നൈസ്. അങ്ങനെ ഇത് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. ഇതൊക്കെ വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ മൊത്തം ലേഡീസ് വെയറാണ്, കണ്ടില്ലേ? എല്ലായിടത്തും ലേഡീസ് വെയറാണ്. ഈ മാളിൻ്റെ 2nd ഫ്ലോറിലെത്തി കുറേ നടന്നതിന് ശേഷമാണ് ഈ ടീഷർട്ടിൻ്റെ ഒരു കട കണ്ടത്.
പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ മേടിച്ചാൽ ഇപ്പം ഏകദേശം സമയമായി. നമുക്കിനിയിപ്പം ലേഡീസിനൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നിറച്ചൊരു ബാഗ് നിറച്ച് സാധനമായിട്ട് പോവാം. പിന്നെ നാട്ടിലൊക്കെ ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. കാരണം അത്ര റേറ്റ് കുറവിലാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ഉള്ളത്. പിന്നെ അതേപോലെ നമുക്ക് സമയമായി. ഇനിയിപ്പോൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോയിട്ട് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെയാണ്. 2:30 നമുക്ക് പിക്കപ്പിന് വണ്ടി വരും. നമ്മൾ ആക്ച്വലി ലഞ്ച് കഴിക്കുന്നില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നു. അത് തന്നെ ഏകദേശം നമ്മളൊരു 9:45 ആയപ്പോഴാണ് കഴിച്ചത്. പിന്നെ ഇപ്പോൾ കഴിക്കാൻ വിശക്കൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് പിക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളെ ടെമ്പിൾ ടൂറും കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ മുന്നേ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടോ നോക്ക്, ഇതൊക്കെ നല്ല രസമല്ലേ കാണാൻ? നോക്ക് വേണ്ട. ഗായ്സ് ഇത് കണ്ട നമ്മളെ വണ്ടികളുണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ. നോക്ക് പകാനി. ഇതൊക്കെ മേടിക്കാനുള്ളവർക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഓ മൈ ഗോഡ്, നമുക്ക് ഗായ്സ് നമ്മളെ എല്ലാ ബൈക്ക് എന്തൂസിയാസ്റ്റിൻ്റെയും സ്വപ്നമായ വണ്ടി S1000RR പനികാലം അവിടെ തൊട്ടടുത്തുണ്ട്. H2R ഹയബൂസ. ഇതിന് പ്രത്യേകിച്ച് വേറൊരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് ഈ ബൂസ. 3130 ബാത്താണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ 10 രൂപേൻ്റെ അടുത്ത് വരും. 10,000 രൂപേൻ്റെ അടുത്ത് ആണ്. 10,000 അല്ല, ഏകദേശം 9,500 600 ആ റേഞ്ചിലേക്കൊക്കെ എത്തും ഒരു വണ്ടിക്ക്. പക്ഷെ പക്ക സെയിം മോഡലാണ് കേട്ടോ, സെയിം, ഒരു മാറ്റമില്ല. ഞാൻ ചോദിച്ചു എന്താല്ലേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാമല്ലോ. നമ്മൾ തായ് ടീ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് തായ് ടീ, ഐസ്ഡ് തായ് ടീ. 45 ബാത്താണ്. ഇതിനകത്ത് ആക്ച്വലി നമ്മുടെ ബബിൾ ടീ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടണേ, അതാണ് ഇവിടുത്തെ ആക്ച്വലി തായ് ടീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടി. ക്യാഷൊക്കെ കൊടുത്തിട്ടേ കണ്ടോ നടന്നൊരു വഴിക്കായി. ഇനി മെല്ലെ റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും നോക്കുന്നില്ല. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു. നേരെ ബാക്കി ടെമ്പിൾ ടൂറിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വന്നു കേട്ടോ. നമ്മൾ ഗ്രാബ് വിളിച്ചു 1348. നമ്മളെ ഗ്രാബ് വന്നു. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മൾ ബാക്കി കയറിയിട്ട് ഇനി നേരെ റൂമിലേക്ക് പോകും. ഇതാണ് നമ്മൾ ഷോപ്പ് ചെയ്ത മാള്. ഗൈസ് നമ്മൾ ഇതിനകത്ത് കയറി, ഗ്രാബിനകത്ത് കയറി. നേരത്തെ വന്ന പോലെ ടാക്സി അല്ല, പ്രൈവറ്റ് കാറാണ്. ഇവിടുന്ന് ഇതാണ് നമ്മുടെ മാള്. ഇവിടുന്ന് നമ്മൾ തിരിച്ച് വരുന്ന വഴി ഒരു സ്ഥലത്ത് നമ്മളൊരു ചിക്കൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 2 പീസ് ചിക്കൻ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ലഞ്ചും ഫിനിഷായി. ഇനി നേരെ 2:30 പിക്കപ്പ്. കോമഡി ഇപ്പോൾ തന്നെ ഏകദേശം 2:25. ഇനിയിപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ പോകാനുണ്ട്. വണ്ടി വെയിറ്റ് ചെയ്യും മിക്കവാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഈ ടെമ്പിൾ ടൂറെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഒരുപാട് സമയം ഉണ്ടാവും. ഇതുണ്ട്, അതൊക്കെയാണ് സ്കൂട്ടർ ഞാൻ പറഞ്ഞല്ലേ. അതേപോലെ ഈ സ്കൂട്ടർ ഉണ്ടാ കണ്ടാൽ തന്നെ ഒരു ബൾക്കി ബൈക്കിൻ്റെ ലുക്കാ. ഇതാണ് നമ്മുടെ രാജാവും രാജ്ഞിയും ഇവിടുത്തെ. അങ്ങനെ നമ്മൾ തായ്ലൻഡിനോട് ബൈ ബൈ പറയാണ്. ബാങ്കോക്കിൽ നിന്ന് നമ്മൾ അടുത്ത നമ്മുടെ ടെമ്പിൾ ടൂറിലേക്ക് ഇറങ്ങാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാണ് ഗൈസ്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് കയറാം. ആ കാണുന്നതാണ് നമ്മുടെ കേട്ടോ
അതാണ് തായ്ലൻഡിലെ കിങ്. വലിയ ഫ്ലക്സ് ആട്ടോ. സ്കൂട്ടർ ഉണ്ടാ. ഇതാണ് നമ്മള് ടെമ്പിളിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയാണ് മാർബിൾ ബുദ്ധ എല്ലാം തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ, ഇതിൻ്റെ ഗേറ്റാണിത്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. നമ്മളെ ഇവിടെ എത്തി. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഇതിനകത്ത് കാണുന്നതാണ് നമ്മളെ ആ ടെമ്പിള്. ഇതിനകത്താണ് മാർബിൾ ബുദ്ധ ഉള്ളത്. നൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഓക്കെ, ഫോട്ടോ. യെസ്. അങ്ങനെ ഞാനും അടിയറവ് വെച്ചു. ഈ ചൂടത്ത് നമുക്ക് ഇതില്ലാന്ന് നടക്കില്ല. ഇത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് ഇവരുടേതാ. ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഇവർക്ക് ഈ അംബ്രലയും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോരാം. പിന്നെ ഇവിടെ ചെരുപ്പിടാൻ പറ്റില്ല. ചെരുപ്പ് നമ്മൾ പുറത്ത് പോയി വെക്കേണ്ടി വരും. അകത്ത് ചൂടാണെങ്കിൽ ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ വെയിൽ കൊണ്ടിട്ടുന്നത് കാണണം എന്നുള്ളതുകൊണ്ട് അകത്തോട്ട് അംബ്രലയും പറ്റില്ല, നമ്മുടെ ഷൂസും പറ്റില്ല. ഇതാണ് നമ്മളെ എൻട്രൻസ്. അവിടെ നിന്ന് കയറിയ പാടെ തന്നെ നമ്മൾ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധ. ഇവിടെ നമുക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത്ര മെല്ലെ സംസാരിക്കുന്നത്. ഇവിടെ ആളുകൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെള്ളമുണ്ടല്ലേ, എൻ്റെ സീലിങ്ങിൻ്റെ വർക്ക് നോക്കി. സീലിംഗ് വർക്ക് വേറെ ലെവലാട്ടത്. സാധനം നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും ഇതൊക്കെ മാർബിളാണ്. താഴെ മൊത്തം മാർബിളായിട്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിങ്ങനെ നടക്കും. ഇതാണ് അവിടുത്തെ കോർട്ടയാട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അടിപൊളി ആർക്കിടെക്ചറാണ് കേട്ടോ. നമുക്ക് എന്ത് രസമാണ്. ഇതെല്ലാം ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സംഭവങ്ങളാണ്. ഇത് ചൈനീസ് പ്ലസ് തായ് ടച്ചാണിത് മൊത്തം. കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. യെസ്, അങ്ങനെ ക്യാമറയിൽ ഇരുട്ടാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ കോർട്ടയാടിൻ്റെ സൈഡിലൂടെ നടക്കാനുള്ള വഴി. കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ പില്ലറൊക്കെ മാർബിളാട്ടോ. മാതിരി വലിയ പില്ലറാണ്. ഇതൊക്കെ 2 പില്ലേഴ്സ് ഉണ്ട്. ഇത് കണ്ടില്ല, സൺഷൈഡ് പോലെ ചെരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെയൊക്കെ പിന്നെ ഓരോ ബുദ്ധൻ്റെ ഓരോ സ്റ്റാച്യു അവിടെ ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാച്യു. ഇതിങ്ങനെ എല്ലാ ബുദ്ധൻ്റെ പല രൂപങ്ങളും കാര്യങ്ങളും സമയത്തുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സൈഡിൽ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാപ്പനീസ് സ്റ്റൈല് സ്റ്റാൻഡിങ് ബുദ്ധയാണ്. അത് ഒരു മോഡലിൽ വെച്ചിട്ട് കാസ്റ്റ് ചെയ്തിട്ട് വലുതാക്കിയ ഒരു സ്റ്റാച്യു ആണിത്. ഇതിങ്ങനെ പല മോഡലിലും പല ടൈപ്പ് ഓഫ് ജാപ്പനീസ്, ഓരോ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പോലെ അവിടെ നിന്നുള്ള രൂപങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. നൈസ്. ഈ പില്ലർ ഉണ്ട്, ഇത് ഫുൾ മാർബിളാണല്ലോ ഈ പില്ലേഴ്സ് എല്ലാം. ഇതങ്ങനെ നമ്മൾ ആ കോട്ടയാടിനകത്ത് കൂടി ഇങ്ങനെ നടന്ന് വരുമ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട് സൈഡ് കണ്ടില്ലേ, അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഭംഗിയില്ല ഇത് കാണാൻ. നമ്മളിത് കാണുമ്പോൾ എന്താ പറയുക, ഈ വെയിലിങ്ങനെ അടിക്കും. സംഗതി നമുക്ക് തായ്ലാൻഡിലെ വെയിൽ ഇഷ്ടമല്ലെങ്കിലും പക്ഷേ ഈ വെയിലടിക്കുമ്പോൾ ഇതിന് പ്രത്യേക ഭംഗിയത് കാണാൻ.
ഗൈസ് പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ സ്റ്റാച്യൂസൊക്കെ ഉണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇത് കണ്ടോ, ഇത് മാത്രം ഗോൾഡൻ കളറിലുണ്ട്. ഇതെന്താ സംഭവം വെച്ചാൽ ഇത് ആക്ച്വലി ഈ കളർ തന്നെ ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഇതെന്തോ ഒരു പ്രത്യേക ഒരു പ്രതിനിധീകരിച്ചു കൊണ്ടുള്ളൊരു രൂപമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ആളുകൾ വന്നിട്ട് ഈ ഗോൾഡൻ ഫോയിൽ ഉണ്ടല്ലോ, അത് ആളുകൾ വന്നതാ, ഇതൊക്കെ ഒരു ഗോൾഡൻ ഫോയിലാണിത്. ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ആളുകൾ ഒട്ടിച്ചൊട്ടിച്ചാണിത് ഈ ഗോൾഡൻ കളറായത്. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഗതി ഉണ്ട്. അതവിടെ നിന്ന് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ, നമുക്ക് മൊത്തമായിട്ട് മനസ്സിലായില്ല. നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി, വെയിൽ തുടങ്ങി കണ്ടില്ലേ. അംബ്രല്ല ഉണ്ടാണ്ട് നടക്കില്ല. ഇതെന്താ ഇവിടെ കണ്ട, ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളാണ്. ഇതിൻ്റെ ക്യാമ്പസല്ല ഇതിൻ്റെ ഈ ഇതിനകത്തുള്ള ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇത് കാണുമ്പോഴേ, നമ്മൾ ആർക്കിടെക്ചർ കാണുമ്പോഴേ എന്ത് രസമാണ് നോക്ക്. നമ്മളിപ്പോൾ ആ ബുദ്ധൻ ടെമ്പിളില്ലേ, ഇതാ അതിനെ വലം വെച്ചും കൊണ്ടിരിക്കേണ്ട വേർത്തൊഴുകയാണ് നമ്മൾ. വയ്യ, ഇവിടെ ഭയങ്കര വെയിൽ, ചൂട് കൂടുതലാണ്. അതറിയില്ല, രാവിലെ മഴ ചെയ്തതിൻ്റെ ഡബിള് ചൂടായിപ്പോൾ. നമ്മളിതാ അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ നടന്നതാ ഫ്രണ്ടിലേക്ക് നടക്കണു. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി തോന്നുന്ന നേരെ ഇനിയിപ്പോൾ അടുത്ത ബുദ്ധയാണ്. മാർബിൾ ബുദ്ധ, ബിഗ് ബുദ്ധ ടെമ്പിൾ ടൂർ എന്നാണ് നമ്മൾ ഐറ്റിനറിയിലുള്ളത്. ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞത് മാർബിൾ ആണെന്നാണ്. പക്ഷേ മാർബിൾ ഈ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ തന്നെയുള്ളൂ, ടെമ്പിളിൻ്റെ. പക്ഷേ ഇതൊക്കെ മാർബിളാണ്. ഈ ടെമ്പിൾ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയത് മാർബിളായിട്ടാണ്. അപ്പം പക്ഷെ ബുദ്ധൻ ഗോൾഡൻ കളറാണ്. എന്തായാലും നമുക്കേ പോയി നോക്കാം, അതിൽ ഏതോ ഒരു ബുദ്ധയാണിത്. നമ്മുടെ കുട ഇവിടെ ഏൽപ്പിക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മുടെ നേരത്തെ കാണിച്ച ടെമ്പിൾ. ഇതൊക്കെ ഇത് പോലീസിൻ്റെ വണ്ടി കേട്ടോ. പിന്നെ 4 ദിവസം കൊണ്ട് നമ്മൾ ടാൻ അടിക്കാണ്ട് വെച്ചതൊക്കെ ഇവിടെ വന്നാൽ ടാൻ അടിക്കും, ചൂട് സമയത്താണെങ്കിൽ. കാരണം ഷെയ്ഡ് മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ. ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഓപ്പൺ പ്ലേസിലൊരു ടെമ്പിളാണ്, ഡയറക്റ്റ് സൺലൈറ്റാണ് വരിക. അപ്പം എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് വരിക ഇങ്ങോട്ടേക്ക് വരുന്നു. തൊപ്പി, കൊട, പിന്നെ അതുപോലെ സൺസ്ക്രീൻ നല്ലോണം വാരി പൊത്തുക, അല്ലാന്നുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മളിനി അടുത്തത് മാർബിൾ ബുദ്ധയിലേക്കാണ് പോകണമെന്നപ്പോൾ പറഞ്ഞ്. അവിടെ ഇതിലും ചൂടാണെന്നാണ് പുള്ളി പറയുന്നത്, കാരണം ഫുള്ള് മാർബിളാണ്. കാണാൻ അടിപൊളി, അതെ കാണാനത് അടിപൊളിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവാം. നമ്മളിങ്ങനെ പോകുന്തോറും ഇവിടെയുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൂടി വരാം കേട്ടോ, സമയം കൂടുന്നുണ്ട്. അത് പോലീസ് വണ്ടിയാണ്. ഓക്കെ, അടിപൊളി. ഇവിടത്തേക്ക് സിഗ്നലിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് സിഗ്നലാണ് ഇവിടെ ഉള്ളതൊക്കെ. ഈ സ്കൂട്ടർ ഉണ്ടോ, 350 cc സ്കൂട്ടറാണ് പോയത്. ഇല്ല, അവിടെ നിർത്തിയിട്ട് സ്കൂട്ടർ ഉണ്ടല്ലേ, അതൊക്കെ സാധാ നമ്മളെ നോർമൽ സ്കൂട്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ കാണിച്ചത്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, ബാക്കിലാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതാണ് ടെമ്പിൾ, ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫുൾ ഇവിടുത്തെ പാർക്കിംഗ്. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളെ പാർക്കിങ്ങിൽ നിന്ന് നേരെ ടെമ്പിളിൻ്റെ എൻട്രിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ടെമ്പിൾ എൻട്രി വരുന്നത്. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് മേലോട്ട് കയറാൻ. ഇവിടെ അതേപോലെ തന്നെ നമ്മളെ തായ്ലൻഡ് രാജാവിൻ്റെ ഫോട്ടോ വെച്ച്, തായ്ലൻഡ് രാജാവിൻ്റെ മുഖം മാറി പോലെ ഉണ്ട്, അറിയില്ല. തായ്ലൻഡ് രാജാവിൻ്റെ ഫോട്ടോ തന്നെയാണ് തോന്നുന്നുണ്ട്.
ഇതാ അങ്ങനെ നമ്മൾ സൈഡിലൂടെ വേണം നടക്കാൻ. ഒരുപാട് സ്റ്റെപ്പ് കയറാറുണ്ട് മുകളിലോട്ട്. ഇതാണ് ടെമ്പിൾ. ഇതുണ്ടല്ലേ, ടെമ്പിളിൻ്റെ എന്തെങ്കിലും പേരെന്തെങ്കിലും ആയിരിക്കും. നമ്മൾ വീണ്ടും എൻട്രൻസ്. ഇതാ കോണി കയറാനുള്ള സിമ്പിളാണ് കാണിക്കുന്നത്. വീണ്ടും വീണ്ടും കോണികൾ. ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഉണ്ടാ വലിയൊരു മണി ഇരിക്കുന്നുണ്ടാ. അതേപോലെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു മണികളും ഉണ്ട്. അങ്ങനെ അതേപോലെ ഈ ബെല്ലുള്ള സ്ഥലം കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷൂ അഴിച്ചിടാനുള്ള ഒരു സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ നമ്മളെ ഈ ഷോർട്സ് ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇട്ടിട്ടോ നമുക്ക് ഇവിടെ കയറാൻ പറ്റില്ല. ഷോർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു മുണ്ട് പോലത്തെ ഒരു തുണി തരും വരെ. അപ്പോൾ അത് വെച്ച് കവർ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അപ്പോൾ നമ്മളിത് അവിടെ നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വുഡൻ ഒരു ഇതിട്ടിട്ടുണ്ട്. ഇതിനകത്ത് കൂടി നമ്മളിങ്ങനെ നടക്കണം. ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധ. അതിനകത്തുനിന്ന് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിനകത്ത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അകത്ത് കയറിയിട്ട് വരാട്ടോ. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധ. ഇത് ഗോൾഡൻ പ്ലേറ്റഡ് ബുദ്ധയാണ്. ആക്ച്വലി ഫുൾ ഓഫ് ഗോൾഡ് ഒന്നുമല്ല, ഗോൾഡൻ പ്ലേറ്റഡ് ആണ്. നമ്മൾ ആദ്യം കണ്ടത് നമ്മുടെ ഇതും മാർബിൾ ബുദ്ധയാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് ഫുൾ ഓഫ് മാർബിളാണ് ടെമ്പിളിൽ വെച്ചുണ്ടാക്കിയത്. നമ്മളെ ഇപ്പം കണ്ടതാണ് ഗോൾഡൻ ബുദ്ധ. നമ്മൾ നേരത്തെ കണ്ടത് മാർബിൾ ബുദ്ധയാണ്. കാരണം ആ ടെമ്പിൾ ഫുൾ ഓഫ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതിലാണ് ആ ബുദ്ധനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് മാർബിൾ ബുദ്ധ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധേൻ്റെ ടെമ്പിൾ. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ സൈഡിൽ നമ്മുടെ ഒരു ഹൈവേ ഉണ്ട് ഇവിടെ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ, സമീതിവേജ് ഹോസ്പിറ്റൽ. അതിൻ്റെ താഴെ ചൈന എഴുതിയിട്ടുണ്ട്. ഇവിടെ അധികം എല്ലാത്തിനും ചൈനീസും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ചൈനീസ് വാക്കുകളും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ കുറവാണ്, പക്ഷെ ചൈനീസ് ഭയങ്കര കൂടുതലാണ്. ഇറങ്ങി നമ്മൾ കയറി വന്ന അതേ വഴി തന്നെയാണ് എക്സിറ്റും. നമ്മളങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളതാ നേരെ പാർക്കിങ്ങിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുക. നമ്മൾ കയറിയ സ്ഥലം തന്നെ ഇതാ നമ്മളെ എൻട്രൻസ്. നമ്മൾ ഈ സൈഡിൽ കാണുന്നതേ തായ്ലൻഡിലെ മെയിനായിട്ടുള്ള റെയിൽവേ ട്രാക്കിൻ്റെ കണക്ഷനൊക്കെയാണ്. ജംഗ്ഷൻ എന്ന് പറയില്ല നമ്മുടെ നാട്ടിൽ, അതുപോലെ സംഭവം. ഇത് കംപ്ലീറ്റ് റെയിലും ഗ്രൗണ്ടിലൂടെ അല്ല, ഇത് കംപ്ലീറ്റ് പോകുന്നത് ഇവിടെ ഫുള്ള് നമ്മൾ പാലത്തിൻ്റെ മേലെ കൂടെയാണ്. ഇപ്പം താഴെ അങ്ങനെ ട്രാഫിക് ഗേറ്റടവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വളരെ കുറവേ ഉള്ളൂ. വെൽ ഓർഗനൈസ്ഡ് ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മുടെ തായ്ലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 5 ദിവസത്തെ അടിപൊളി ട്രിപ്പായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. എല്ലാം നല്ല മെമ്മറബിളായിട്ട് ഇപ്പോഴും തലേനകത്തുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വരിക. ഇപ്പം പറഞ്ഞില്ല, ഇവിടെ ഒരു ചൂട് സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സൺസ്ക്രീൻ എല്ലാം ഇവിടെ നിന്ന് മേടിക്കാനും കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. ലാൻഡ് ചെയ്യണ ദിവസം വരുന്ന വഴി ഏതെങ്കിലും ഒരു 7-Eleven കയറിയിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നേ. അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക, എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ വേർക്കും. നമ്മളിവിടെ എപ്പോഴും നമുക്കൊരു കാറ്റ് അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ സഹായം, ഇവൻ്റെ ഇവിടെ ഫാൻ കിട്ടും, ചെറിയ കുഞ്ഞു കുഞ്ഞു കയ്യിൽ പിടിച്ച് കൊണ്ടിടക്കാൻ പറ്റിയ ഫാനുണ്ട്. അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തും പോകുമ്പം അത് ഒരു നല്ലൊരു ഉപകാരത്തിൽപ്പെടും എന്തായാലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശറി പോലുള്ള സാധനങ്ങൾ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടാവും, അപ്പോൾ അതൊക്കെ മേടിക്കാം. പിന്നെ എന്താ പറയുക, നമ്മളെ ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത ട്രിപ്പ് ഹോളിഡേയ്സ് എല്ലാം നല്ല രീതിക്കാണ് മാനേജ് ചെയ്തത്. നമ്മളൊരു കാര്യത്തിനും നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് അവർ മാനേജ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ എയർപോർട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവരുടെ അടുത്ത് നിന്ന് ഉണ്ടായിരുന്നത്.
അപ്പം ഞാൻ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇവരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൊതുവേ ബാക്കി പാക്കേജസ് എല്ലാം കൊടുക്കുന്നതിലും റേറ്റ് കുറവിലാണ് നമുക്ക് ഈ പാക്കേജ് കിട്ടിയതും. നല്ല അടിപൊളി സർവീസുമാണ് ഇവർ ചെയ്തത് നമുക്ക്. ബാങ്കോക്കിലുള്ള ഹോട്ടലാണെങ്കിലും നല്ല ഹോട്ടലാണ്, അടിപൊളി ഹോട്ടലായിരുന്നു. ഇപ്പം ഫുഡാണെങ്കിലും എല്ലാം, ലഞ്ച് അറേഞ്ച് ചെയ്യുന്നതും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ടിക്കറ്റ്സിലും ലഞ്ച് ഉണ്ടായിരിക്കും. അപ്പം അതും, പിന്നെ അതുപോലെ തന്നെ ടൈമിൽ വണ്ടികൾ വരുന്നത്, നമ്മുടെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വരുന്നതും. അപ്പോൾ നമ്മളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഇവിടെയുള്ള എല്ലാ ആളുകളും അടിപൊളി ആളുകളായിരുന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഇനിയൊരു തായ്ലൻഡ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലും, പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ബഡ്ജറ്റ് ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ, എല്ലാം അടിച്ചുപൊളിയോടും കൂടിയിട്ടുള്ളൊരു ബഡ്ജറ്റ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രിപ്പ് ഹോളിഡേയ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെയും തായ്ലൻഡ് എപ്പിസോഡ് നമ്മളിനി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ തായ്ലൻഡ് എപ്പിസോഡ് ഫിനിഷാണ്. ഇനിയും നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യും. ഇനി നമ്മൾ വേറെ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ നല്ല നല്ല കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പാളിച്ചകൾ നമ്മളെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. കാരണം ഞാനിത് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാനിതിന് മുന്നേ ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഇത് പോണത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ബാക്കി നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകണത്. ഇനി എയർപോർട്ടിൽ നമ്മളെ ഫ്ലൈറ്റ് തിരിച്ച് നമുക്ക് ഇവിടുത്തെ തായ്ലൻഡ് ടൈം 10:30 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. രാവിലെ പുലർച്ചെ ഏകദേശം 1:30 എത്തോടെ അവിടുന്ന് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഓക്കെ, ഇനി എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ശരി. അപ്പോൾ ഗൈസ്, നമ്മളെ തായ്ലൻഡ് യാത്ര ഡോൺ മുയങ് എയർപോർട്ടിൽ തിരിച്ചെത്തി നമ്മൾ. അപ്പോൾ നമ്മളെ തായ്ലൻഡ് യാത്ര അവസാനിച്ചു. അടിപൊളി 5 ദിവസമായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ചെക്കിനും, പിന്നെ അത് കഴിഞ്ഞ് നമ്മളതേപോലെ സെക്യൂരിറ്റി ചെക്ക് അവിടുന്ന് സെയിം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുക. അപ്പോൾ 10:20 ഇവിടുന്ന്. നമ്മുടെ നാട്ടിൽ ഏകദേശം 1:20 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നാട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളും ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോകളും, പിന്നെ അതുപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ സമയാസമയം നിങ്ങളുടെ അടുത്ത് എത്തിക്കും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കുറ്റക്കുറവോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാനിത് ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ.